നമസ്കാരം. കേരള രാഷ്ട്രീയം വലിയ ചർച്ചകളിലേക്ക് വഴിമാറുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി.ജെ.പി. ഒരു പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ നിയമസഭയ്ക്ക് പുറത്തു നിർത്താൻ ബി.ജെ.പി. ഒരുങ്ങുന്നു എന്നാണ് വാർത്തകൾ. ഇത് കേവലം ഒരു തന്ത്രമല്ല, മറിച്ച് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരെ ബി.ജെ.പി. ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഭരണകർത്താക്കൾക്കെതിരെ ബി.ജെ.പി. നടത്തുന്ന ഈ നീക്കം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വർഷങ്ങളായി കേരളം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ദുരിതം അനുഭവിക്കുകയാണ്. ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഈ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നു. ഇവിടെ ജനങ്ങളുടെ ശബ്ദമായി ഉയർന്നു വന്നത് ബി.ജെ.പി. ആണ്. അതുകൊണ്ട് തന്നെ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന നേതാക്കളെ നിയമസഭയിൽ നിന്നും ഒഴിവാക്കുക എന്നത് ജനങ്ങളുടെ പൊതുവായ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെ മുൻനിർത്തി ബി.ജെ.പിക്ക് നേരിട്ട് വിജയിക്കാൻ സാധ്യതയില്ലാത്ത ചില മണ്ഡലങ്ങളിൽ ജനങ്ങൾ താല്പര്യപ്പെടാത്ത നേതാക്കളെ പരാജയപ്പെടുത്താൻ ബി.ജെ.പി. തങ്ങളുടെ വോട്ടുകൾ ഉപയോഗിക്കാൻ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ അഴിമതിക്കാരെയും കുടുംബവാഴ്ചക്കാരെയും നിയമസഭയിൽ നിന്നും പുറത്താക്കി കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഇത് ബി.ജെ.പിക്ക് താല്പര്യമില്ലാത്ത നേതാക്കളെ പരാജയപ്പെടുത്താനുള്ള നീക്കം മാത്രമല്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. ബി.ജെ.പിയുടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിലെ ചില പ്രമുഖ നേതാക്കളുമുണ്ട്. അതിൽ പ്രധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലമാണ്. 2011 കേവലം 4963 വോട്ടുകൾ ഉണ്ടായിരുന്ന ബി.ജെ.പി. 2021 അത് 14,623 വർദ്ധിപ്പിച്ചു. പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരം ഇവിടെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ധർമ്മടത്ത് ബി.ജെ.പിയുടെ വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നത് നിർണായകമാണ്. ഇത് പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. അദ്ദേഹം മത്സരിക്കുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ 26,000-ലധികം വോട്ടുകളാണ് ബി.ജെ.പിക്കുള്ളത്. കുടുംബവാഴ്ചയുടെ പ്രതീകമായ മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താൻ ബി.ജെ.പിയുടെ ഈ വോട്ടുകൾ സഹായിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. ബി.ജെ.പിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാക്കളും ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, പി. രാജീവ് തുടങ്ങിയ നേതാക്കളെയും ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഭരണപക്ഷവും പ്രതിപക്ഷവും അഴിമതിയിലും ദുർഭരണത്തിലും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനവിരുദ്ധ നയങ്ങൾ പിന്തുടരുന്നവരെ നിയമസഭയിൽ നിന്നും പുറത്താക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള നീക്കമല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്.